എക്സസൈസ് 1.1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സെറ്റ്സ്, ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പോൾ നമുക്കിവിടെ 9 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 9 ക്വസ്റ്റ്യൻസിൽ ഏതൊക്കെ കളക്ഷൻസ് ആണ് സെറ്റ് എന്ന് നമുക്ക് നോക്കണം. അതിന് കാരണം എന്താ നമുക്ക് പറയണം. അപ്പോൾ ഫസ്റ്റ് വൺ, ദ കളക്ഷൻ ഓഫ് ഓൾ ദി മന്ത്സ് ഓഫ് എ ഇയർ ബിഗിനിങ് വിത്ത് ലെറ്റർ ജെ. അതായത് ജെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വർഷത്തിലെ മാസങ്ങളുടെ കളക്ഷനാണ് പറയുന്നത്. അത് സെറ്റ് ആയിരിക്കുമോ? തീർച്ചയായും സെറ്റ് ആയിരിക്കും. കാരണം എന്താണ്, ഈ സെറ്റിൽ വരുന്ന എലമെൻറ്റുകൾ ഏതൊക്കെയാണ്? സെറ്റ് ഓഫ് ഓൾ ജെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന മന്തുകൾ ഏതൊക്കെയാണ്? ഒന്ന് ജനുവരി, പിന്നെ അടുത്തത് ജൂൺ, പിന്നെ ജൂലൈ. അപ്പോൾ ഇതെന്താണ്? ഒരു സെറ്റാണ്. ഓക്കെ. അടുത്തത്, ദി കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലൻറ്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ. ഇത് സെറ്റ് ആയിരിക്കുമോ? പറഞ്ഞത് എന്താണ്? 10 മോസ്റ്റ് ടാലൻറ്റഡ് റൈറ്റേഴ്സാണ്. ഇന്ത്യയിൽ മോസ്റ്റ് ടാലൻറ്റഡ് ആയിട്ടുള്ള 10 റൈറ്റേഴ്സിൻ്റെ കളക്ഷനാണ് പറയുന്നത്. അതിപ്പോൾ ഞാൻ എടുക്കുന്നത് തന്നെയായിരിക്കും നിങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അവിടെ എന്തില്ല, വെൽ ഡിഫൈൻഡ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. കാരണം ഓരോരുത്തർ എടുക്കുന്ന 10 മോസ്റ്റ് ടാലൻറ്റഡ് റൈറ്റേഴ്സ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വെൽ ഡിഫൈൻഡ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത് സെറ്റ് അല്ല. അടുത്തത്, എ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ഓഫ് ദി വേൾഡ്. അതെന്താണ്? ലോകത്തിലെ ഒരു 11 ബെസ്റ്റ് ആയിട്ടുള്ള ക്രിക്കറ്റ് ബാറ്റ്സ്മാനെ നമുക്ക് അതിൻ്റെ കളക്ഷൻ. ആ കളക്ഷൻ എന്താണ്? നമ്മൾ ഓരോരുത്തരും പറയുന്ന 11 ബെസ്റ്റ് ആയിട്ടുള്ള ക്രിക്കറ്റ് ബാറ്റ്സ്മാന് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെയും വെൽ ഡിഫൈൻഡ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ്. അടുത്തത്, ദി കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിലെ ബോയ്സിൻ്റെ കളക്ഷൻ എടുക്കാൻ പറയാണ്. ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലെ ബോയ്സിൻ്റെ കളക്ഷൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ക്ലാസ്സിൽ ആരോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും ആ കളക്ഷൻ എന്താണ്? സെയിം ആണ്. സോ അവിടെ ഒരു വെൽ ഡിഫൈൻഡ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ അതെന്താണ്? ഒരു സെറ്റാണ്. അടുത്തത്, ദ കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100. അത് 100-നേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ. അത് ആരോട് ചോദിച്ചാലും സെയിം ആണല്ലോ. എന്ത് വരും? 1 തൊട്ട് 99 വരെയുള്ളത് വരും. ഈ സെറ്റിൽ എന്തൊക്കെ വരിക? 1 തൊട്ട് 99 വരെ വരും. അപ്പോൾ വെൽ ഡിഫൈൻഡ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണ്. സോ ഇറ്റ് ഈസ് എ സെറ്റ്. അടുത്തത്, എ കളക്ഷൻ ഓഫ് നോവൽസ് റിട്ടൺ ബൈ ദ റൈറ്റർ മുൻഷി പ്രേംചന്ദ്. ഇവിടെ നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള റൈറ്ററിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ നോവൽസിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു വെൽ ഡിഫൈൻഡ് ഉണ്ട്. ഇപ്പോൾ കളക്ഷൻ ഓഫ് നോവൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വെൽ ഡിഫൈൻഡ് പ്രോപ്പർട്ടി അല്ല, ഏത് നോവലും ആവാം. ഇപ്പോൾ ഒരു റൈറ്ററിൻ്റെ പേര് കൂടി പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആ കളക്ഷൻ എന്താണ്? വെൽ ഡിഫൈൻഡ് ആണ്. സോ ഇതും ഒരു സെറ്റാണ്. അടുത്തത്, കളക്ഷൻ ഓഫ് ഈവൻ ഇൻഡിജേഴ്സ്. ഈവൻ ഇൻഡിജേഴ്സ് ഏതൊക്കെയാണ് വരിക? 2, 4, 6 എക്സെട്ര അങ്ങനെയല്ലേ വരിക. അപ്പോൾ ഇതെന്താണ്? ആരോട് ചോദിച്ചാലും ഈവൻ ഇൻഡിജേഴ്സ് സെയിം അല്ലേ. അപ്പോൾ ഇതും എന്താണ്? വെൽ ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഇത് സെറ്റാണ്. അടുത്തത്, ദി കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് ചാപ്റ്റർ. സെറ്റ്സ് എന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിൻ്റെ കളക്ഷൻ എടുക്കുകയാണ്. അപ്പോൾ അതെന്താണ്? വെൽ ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഇതും സെറ്റാണ്. അടുത്തത്, കളക്ഷൻ ഓഫ് മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽ ഓഫ് ദി വേൾഡ്. ഇപ്പോൾ ലോകത്തിലെ മോസ്റ്റ് ഡേഞ്ചർ ആയിട്ടുള്ള ആനിമൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്തല്ല? വെൽ ഡിഫൈൻഡ് അല്ല. സോ ഈ കളക്ഷൻ എന്ന് പറയുന്നത് സെറ്റ് അല്ല. അപ്പോൾ ഈ സെറ്റ് എങ്ങനെയാണ്, സെറ്റ് എങ്ങനെയല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ. നെക്സ്റ്റ് സെക്കൻഡ് വൺ. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത്, ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 1, 2, 3, 4, 5, 6. ഇൻസേർട്ട് ദ അപ്രോപ്രിയേറ്റ് സിമ്പിൾ ബിലോങ്സ് ടു ഓർ ഡസ് നോട്ട് ബിലോങ്സ് ടു ഇൻ ദ ബ്ലാങ്ക് സ്പേസസ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? എ എന്ന് പറഞ്ഞൊരു സെറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഈ 6 ഇതിൽ ഈ ഓരോ എലമെൻറ്റ്സും ഈ സെറ്റിൽ ബിലോങ്ഡ് ആണോ ബിലോങ്ഡ് അല്ലേ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് വൺ 5-A. 5 ഈ സെറ്റിലുണ്ടോ? ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? 5 ബിലോങ്സ് ടു എ എന്ന് പറയാം. ഈ 8 ഈ സെറ്റിലുണ്ടോ? 8 സെറ്റിലില്ല. 6 വരെയല്ലേ ഉള്ളൂ. അപ്പോൾ 8 ഇല്ല. അപ്പോൾ ഇത് 8 ഡസ് നോട്ട് ബിലോങ്സ് ടു എ. ഇനി 0 എയിലുണ്ടോ? എയിലില്ല. അപ്പോൾ ഇവിടെ ഡസ് നോട്ട് ബിലോങ്സ് ടു. ഈ 4 ഉണ്ട്. അപ്പോൾ 4 ബിലോങ്സ് ടു എ. ഇനി 2 ഉണ്ട്. ഇപ്പോൾ 2 എയിലുണ്ട്. 10 ഇല്ല. 10 എ എന്ന് പറഞ്ഞ സെറ്റിൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 10 ഡസ് നോട്ട് ബിലോങ്സ് ടു എ. അപ്പോൾ ഇങ്ങനെയാണ് ഡസ് നോട്ട് ബിലോങ്സ് നമ്മൾ പറയുന്നത്. അടുത്ത തേർഡ് വൺ, റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ ദ റോസ്റ്റർ ഫോം. താഴെ കൊടുക്കുന്ന സെറ്റുകളെ നമുക്ക് റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻഡിജർ ആൻഡ് -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 7. അപ്പോൾ ഈ എങ്ങനത്തെയാണ് പറഞ്ഞിരിക്കുന്നത്?
ഇതെന്നാൽ ഒരു സെറ്റ് ബിൽഡർ ഫോമിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിനെ റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എലമെൻറ്റ്സ് എങ്ങനെയാണ്? ഒരു ഇൻറ്റീജർ ആയിരിക്കണം എക്സ്. ആ എക്സ് എവിടെയായിരിക്കണം? -3ൻ്റെയും 7ൻ്റെയും ഇടയിലുള്ള ഇൻറ്റീജേഴ്സ്. അപ്പോൾ ഏതാ വരിക? -3ൻ്റെയും 7ൻ്റെയും ഇടയിലാണ്. -3 ലെസ് ദാൻ എക്സ് ആയതുകൊണ്ട് -3 ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പോൾ വരുന്നത് -2, -1 വരും, 0 വരും, 1, 2, 3, 4, 5, 6, 7 വരില്ല, കാരണം ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല. അപ്പോൾ ഇതാണ് ഈ സെറ്റിൻ്റെ കറസ്പോണ്ടിങ് റോസ്റ്റർ ഫോം. ഇനി നെക്സ്റ്റ് വൺ ബി എന്ന് പറയുന്നത് സെറ്റ് ഫോർ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. ആറിനേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം ഈ ബി എന്ന് പറഞ്ഞ സെറ്റിൽ വരുന്നത്. അപ്പോൾ ഇത് സെറ്റ് ബിൽഡർ ഫോം. ഇതിൻ്റെ റോസ്റ്റർ ഫോം എങ്ങനെയായിരിക്കും? ബി ഈക്വൽ ടു സെറ്റ് ഫോർ ആറിനേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1, 2, 3 എക്സെട്ര അങ്ങനെ പോകുന്ന നമ്പേഴ്സ്. അപ്പോൾ ആറിനേക്കാൾ ചെറുത് ലെസ് ദാൻ 6 ആണ്. അപ്പോൾ 1, 2, 3, 4, 5, 6 വരില്ല, കാരണം ലെസ് ദാൻ ആണ്. ലെസ് ദാൻ ഒരു ഈക്വൽ ടു വരികയാണെങ്കിൽ നമുക്ക് 6ഉം കൂടി ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി. സെറ്റ് ഫോർ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ 2-digit നാച്ചുറൽ നമ്പർ സച്ച് ദാറ്റ് ദി സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ് ഈസ് 8. അതായത് സി എന്ന് പറഞ്ഞ സെറ്റിൻ്റെ എലമെൻറ്റ് എങ്ങനത്തെ എലമെൻ്റ് ആയിരിക്കണം? ഒരു 2-digit നാച്ചുറൽ നമ്പർ ആയിരിക്കണം. 2-digit നാച്ചുറൽ നമ്പർ ആയിരിക്കണം സച്ച് ദാറ്റ് ആ 2 ഡിജിറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് 8 ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാ? ഒന്ന് 17, കാരണം 1 + 7 എന്താണ്? 8 ആണ്. അടുത്തത് 71 വരുമല്ലോ, 7 + 1. ഇനി അടുത്തത് 26, 2 + 6 8, അതുപോലെ 62. ഇനി 35, 53 വരും. ഇതിൻ്റെയൊക്കെ സം എന്താണ്? 8 ആണ്. ഇനി അടുത്തത് 53, ഇനി 44, 4 + 4. ഇനി അടുത്തത് വരുന്നത് എന്താണ്? 8 + 0, 18 വരും. ഇപ്പോൾ 2 ഡിജിറ്റ് നാച്ചുറൽ നമ്പർ ആയിരിക്കണം സച്ച് ദാറ്റ് അതിൻ്റെ സം എന്ന് പറഞ്ഞത് 8 കിട്ടണം. അപ്പോൾ ഇതിൻ്റെ ഏത് എടുത്തിട്ടുണ്ടെങ്കിലും എന്താണ്? ഇതിൻ്റെ 2 ഡിജിറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? 8 ആണ് കിട്ടുന്നത്. ഇനി അടുത്തത് സെറ്റ് ഫോർ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ വിച്ച് ഈസ് ഡിവൈസർ ഓഫ് 60. അതായത് 16ൻ്റെ ഡിവൈസർ ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ കളക്ഷനാണ് ഡി എന്ന് പറഞ്ഞ സെറ്റിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഡി അതിൻ്റെ റോസ്റ്റർ ഫോം കറസ്പോണ്ടിങ് എങ്ങനെയായിരിക്കും? 2 എന്ന് പറഞ്ഞ 16ൻ്റെ ഡിവൈസർ ആണ്. അപ്പോൾ നമ്മുടെ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 3, 5, 7, അടുത്തത് ഏതാണ്? 11, 13 അങ്ങനെ പോകും. ഇങ്ങനെ പോകുന്ന നമ്പേഴ്സാണ് എന്താണ്? പ്രൈം നമ്പേഴ്സ്, അഭാജ്യ സംഖ്യകൾ. അപ്പോൾ അതിൽ 16ൻ്റെ ഡിവൈസസ് ഏതൊക്കെയാണ്? 2 16ൻ്റെ ഡിവൈസറാണ്. 3 വരും, 5 വരും. അടുത്ത 7 വരുമോ? 7 വരില്ല, 11 വരില്ല. ഇനി അടുത്ത് അങ്ങോട്ടേക്കുള്ളതൊന്നും വരില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോസ്റ്റർ ഫോം. ഇനി അടുത്തത് ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഫോർ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ട്രിഗണോമെട്രി. ട്രിഗണോമെട്രി എന്നുള്ള വേർഡിലുള്ള ലെറ്റേഴ്സിൻ്റെ കണക്ഷനാണ് ഇ എന്ന് പറഞ്ഞ സെറ്റിൽ. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് എഴുതണം? ഇതൊക്കെ എന്താണ്? സെറ്റ് ബിൽഡർ ഫോമാണ്. പക്ഷേ ഇത് സെറ്റ് ബിൽഡർ ഫോം അല്ല കേട്ടോ, ഇത് ജസ്റ്റ് ഒരു സെറ്റ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇതിനകത്തുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ് വരിക? ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? ടി വരും, ആർ വരും, ഐ വരും, ജി വരും, ഒ വരും. എഗെയിൻ നെക്സ്റ്റ് എൻ വരും. പിന്നെ എഗെയിൻ ഒരു ഒ വരുന്നുണ്ട്. അപ്പോൾ ഒ നമ്മൾ ഓൾറെഡി എഴുതിയതുകൊണ്ട് ഒ എഴുതണ്ട. അടുത്തത് എം എഴുതിയിട്ടില്ല, എം വരണം. പിന്നെ ഇ വരും. ടി ഓൾറെഡി ഉള്ളതുകൊണ്ട് ടി വേണ്ട. എഗെയിൻ ആർ ഉണ്ട്, ആർ ഓൾറെഡി സെറ്റിലുണ്ട്, അപ്പോൾ ആർ വേണ്ട. വൈ. അപ്പോൾ ഇതാണ് സെറ്റ് ഫോർ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ്. ഇതിൻ്റെ കറസ്പോണ്ടിങ് റോസ്റ്റർ ഫോം ഇതാണ്. ഇനി അടുത്തത് എഫ് എന്താണ്? സെറ്റ് ഫോർ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ബെറ്റർ എന്നുള്ള വേർഡുള്ള ലെറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഇത് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ബി വരും, ഇ വരും, ടി വരും. ഇനി അഗെയിൻ ഒരു ടി വരും. ടി അത് ഓൾറെഡി ഉള്ളതുകൊണ്ട് വേണ്ട, ഇ വേണ്ട, ആർ. ഇതാണ് ഈ സെറ്റിൻ്റെ കറസ്പോണ്ടിങ് റോസ്റ്റർ ഫോം. നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം. ഇപ്പോൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി നമുക്കിൻ്റെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ ഫസ്റ്റ് 1 3 6 9 12. ഇതിനെ നമുക്ക് എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റാം? സെറ്റ് ഫോർ എക്സ് സച്ച് ദാറ്റ്, അത് ഇതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. സെറ്റ് ഫോർ എക്സ് സച്ച് ദാറ്റ് എങ്ങനത്തെ എക്സ് ആണ് ഇവിടെ വരുന്നത്? 3 6 9 12. അപ്പോൾ എക്സ് ഈക്വൽ ടു 3ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ, അപ്പോൾ 3n.
സച്ച് വേർ n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണ്. n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. ആൻഡ് ഓൾസോ n എവിടം വരെ ഉണ്ട്? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഇതാണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റ് ബിൽഡർ ഫോം. അതായത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 3n ആൻഡ് n എന്ന് പറഞ്ഞ ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം. ആൻഡ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അപ്പോൾ ഈ n നമ്മൾ ഓരോ വാല്യൂ കറസ്പോണ്ട് ഇട്ട് കൊടുക്കുക. n-ന് 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 3 × 1. അപ്പോൾ 3 × 1 3 കിട്ടി. n-ന് 2 ഇട്ട് കൊടുക്കുക. 2 ഇട്ട് കൊടുക്കും 6 കിട്ടും. 3 ഇട്ട് കൊടുക്കുമ്പോൾ 9, 4 ഇട്ട് കൊടുക്കുമ്പോൾ 12 കിട്ടും. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോസ്റ്റർ ഫോമാണിത്. ഇത് കറസ്പോണ്ട് സെറ്റ് ബിൽഡർ ഫോമാണിത്. അടുത്തത് രണ്ടാമത്തത് 2, 4, 8, 16, 32. ഇതൊക്കെ എന്ത് പറയാൻ പറ്റും? 2ൻ്റെ സ്ക്വയേഴ്സ് അല്ല 2ൻ്റെ പവേഴ്സാണിത്. 2^1, 2^2 അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2ൻ്റെ പവർ 2^n. അപ്പോൾ ഇതെന്ത് 2^1 ആണിത്. 2^2, 2^3. അപ്പോൾ ഈ 1, 2, 3 എന്താണ്? നാച്ചുറൽ നമ്പേഴ്സാണ്. സോ n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. ആൻഡ് ഓൾസോ n എവിടം വരെ ഉണ്ട്? 2^4, 2^5. 1 തൊട്ട് 5 വരെയല്ലേ ഉള്ളത്. അപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അപ്പോൾ കറസ്പോണ്ടിങ് സെറ്റ് ബിൽഡർ ഫോം ഇതാണ്. ഇനി അടുത്തത് തേർഡ് വൺ എന്താണ്? 5, 25, 125, 625. ഇതെന്താണ്? 5ൻ്റെ പവേഴ്സാണ്. എവിടം വരെ ഉണ്ട്? 5^1, 5 സ്ക്വയർ, 5 ക്യൂബ്, 5^4. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 5^n, n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. ഇതിൽ നിങ്ങൾക്ക് n ഈസ് എ നാച്ചുറൽ നമ്പർ എന്ന് എഴുതുകയും ചെയ്യാം. ഇങ്ങനെ തന്നെ എഴുതണം നിർബന്ധമില്ല കേട്ടോ. n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ ആൻഡ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അപ്പോൾ ഇതെന്താണ്? ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റ് ബിൽഡർ ഫോമാണിത്. നെക്സ്റ്റ് ഫോർത്ത് വൺ ഏതാണ്? 2, 4, 6. ഇതെന്താണ്? ഈവൻ നമ്പേഴ്സാണ് ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എൻ ഈവൻ നമ്പർ. അപ്പോൾ കറസ്പോണ്ടിങ് സെറ്റ് ബിൽഡർ ഫോം ഇതാണ്. ഇനി അഞ്ചാമത്തത് 1, 4, 9, എക്സെട്ര 100. അപ്പോൾ ഇത് നമുക്ക് എന്ന് പറഞ്ഞിട്ടും 1ൻ്റെ സ്ക്വയറാണിത്. ഇത് 2ൻ്റെ സ്ക്വയറാണ്, 3ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയറാണിത്. അപ്പോൾ നമുക്ക് 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 10 സ്ക്വയർ അങ്ങനെയാണല്ലോ ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റുമ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഈസ് എ square of x is a square of natural number n where n എവിടെ തൊട്ട് എവിടെ വരെയാണ്? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ 1 തൊട്ട് എക്സ് എന്ന് പറയുന്നത് എങ്ങനത്തെ എലിമെൻ്റ് ആണ്? എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പർ n വേർ n എന്ന് പറയുന്നത് 1 ലെസ് ദാൻ ഈക്വൽ ടു n ലെസ് ദാൻ കിട്ടണം. അപ്പോൾ n-ന് 1 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടി? 1 കിട്ടി. n-ൻ്റെ അടുത്ത് 2 കൊടുത്തു, 2 സ്ക്വയർ 4 കിട്ടി. അങ്ങനെ n-ന് 10 കൊടുക്കുമ്പോൾ 100 കിട്ടും. അപ്പോൾ ഇവിടെ വരെ ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഓൾ ദി എലമെൻറ്റ്സ് ഓഫ് ദി ഫോളോയിങ് സെറ്റ്. താഴെ കൊടുക്കുന്ന സെറ്റുകളുടെയൊക്കെ എലമെൻറ്റ്സ് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇത് സെറ്റ് ബിൽഡർ ഫോമിലാണ് കൊടുത്തിരിക്കുന്നത്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എൻ ഓഡ് നാച്ചുറൽ നമ്പർ. എങ്ങനത്തെ സെറ്റാണ്? എക്സുകളെല്ലാം ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം. അപ്പോൾ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 3, 5 എക്സെട്ര. ഇതാണ് എന്താണ്? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിൻ്റെ എലമെൻറ്റ്സ് ലിസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. സെറ്റിൻ്റെ ഉള്ളിൽ എഴുതുക, ഓരോ എലമെൻറ്റിന് സെപ്പറേറ്റ് ബൈ കോമിട്ട് ചെയ്യുക. അടുത്തത് ബി. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എൻ ഇൻറ്റിജർ ആൻഡ് -1/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 9/2. അതായത് -1/2ൻ്റെയും 9/2ൻ്റെയും ഇടയ്ക്കുള്ള ഇൻറ്റിജേഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ -1/2ൻ്റെ അടുത്തുള്ള ഇൻറ്റിജർ കഴിഞ്ഞിട്ടുള്ള ഇൻറ്റിജർ ഏതാ വരുന്നത്? 0 ആണല്ലോ. -1, 0 ആണല്ലോ വരുന്നത്. അതല്ലേ, ഇതാണല്ലോ ഇൻറ്റിജേഴ്സ്. എക്സ് ഇൻറ്റിജർ ആയിരിക്കണം. അപ്പോൾ 0 വരും, 1 വരും. 9/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 4.5. അപ്പോൾ 3 വരും, 4 വരും. പിന്നെ 5 വരുമോ? ഇല്ല, കാരണം 9/2-നേക്കാൾ വലുതാണ് 5. അപ്പോൾ ഇത്രയാണ് ഈ സെറ്റിൽ വരുന്നത്. അടുത്തത് സി എന്ന് പറയുന്നത് സെറ്റിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എൻ ഇൻറ്റിജർ വെർ എക്സ് സ്ക്വയർ ലെസ് ദാൻ 4.
എക്സ് എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ആയിരിക്കണം. സെറ്റ് ഫോർ എക്സ് ഒരു ഇൻറ്റിജർ ആയിരിക്കണം. സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ ലെസ് ദാൻ ഈക്വൽ ടു 4. 4നേക്കാൾ ചെറുതായിരിക്കണം എക്സ് സ്ക്വയർ. അപ്പോൾ ഏതൊക്കെ എലമെൻറ്റ്സ് വരിക? എക്സ് ഒരു ഇൻറ്റിജർ ആയിരിക്കണം. സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ 4നേക്കാൾ ചെറുതായിരിക്കണം. അപ്പോൾ 1 വരും. 1ൻ്റെ സ്ക്വയർ 4നേക്കാൾ ചെറുതാണ്. അടുത്തത് 2 വരും. 2ൻ്റെ സ്ക്വയർ ലെസ് ദാൻ ഈക്വൽ ടു 4 ആണ്. 3 വരുമോ? ഇല്ല. കാരണം എന്താണ്? 3 സ്ക്വയർ എന്താണ്? 9 ആണ്. അത് 4നേക്കാൾ വലുതായതുകൊണ്ട് ഈ സെറ്റിൽ 1ഉം 2 മാത്രമേ വരുള്ളൂ. അടുത്തത് ഡി. ഡി എന്ന് പറഞ്ഞാൽ സെറ്റ് ഫോർ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ലോയൽ. ലോയൽ എന്ന് പറഞ്ഞ വേർഡിൽ ഒരു ലെറ്റർ ആയിരിക്കണം എക്സ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതുക? ലോയൽ എന്ന് പറഞ്ഞ വേർഡിലുള്ള ലെറ്റേഴ്സിനെ എഴുതുക. അപ്പോൾ എൽ വരും, ഒ വരും, വൈ വരും, എ വരും. എൽ അഗൈൻ വരുമോ? വരില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റത്തെ എലമെൻറ്റുകൾ. അടുത്തത് ഇ. Set for x such that x is a month of a year not having 31 days. 31 ഡേയ്സ് ഇല്ലാത്ത മന്തുകൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് വരിക? ജനുവരി വരില്ല, ഫെബ്രുവരി വരും, മാർച്ച് വരുമോ? മാർച്ച് ഇല്ല, ഏപ്രിൽ, മെയ് ഇല്ല, ജൂൺ, ജൂലൈ വരില്ല, ഓഗസ്റ്റ് വരില്ല, സെപ്റ്റംബർ, ഒക്ടോബർ വരില്ല, നവംബർ, ഡിസംബർ വരില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എലമെൻറ്റ്സുകൾ. ഓക്കെ, നെക്സ്റ്റ് വൺ. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ കൺസണൻറ്റ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ് വിച്ച് പ്രിസീഡ്സ് കെ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇംഗ്ലീഷ് ആൽഫബറ്റിലെ കൺസണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വവൽസ് അല്ലാത്ത ലെറ്റേഴ്സാണ് കൺസണൻസ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ കൺസണൻ്റ് ആയിരിക്കണം. കൂടാതെ വിച്ച് പ്രിസീഡ്സ് കെ, കെയ്ക്ക് മുമ്പുള്ള ഇംഗ്ലീഷ് ആൽഫബറ്റിലെ കൺസണൻറ്റിൻ്റെ കളക്ഷനാണ് എഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ എലമെൻറ്റ്സ് ഏതൊക്കെ വരിക? എ വരുമോ? എ വരില്ല, ബിക്കോസ് എ ഇസ് എ വൗവൽ. അപ്പോൾ എ വരില്ല. ബി വരും, ബി വൗവൽ അല്ല, ബി കൺസണൻ്റ് ആണ്. ഇനി സി വരും, ഡി വരും. ഇ വരുമോ? ഇ വരില്ല. ഇ അതിന് എഫ് വരും, ജി വരും, എച്ച് വരും, ഐ വരുമോ? ഇല്ല, ഐ എന്താണ്? വൗവലാണ്. ജെ വരും, കെയ്ക്ക് മുമ്പുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഈ കറസ്പോണ്ടിങ് സെറ്റിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് മാച്ച് ഈച്ച് ഓഫ് ദ സെറ്റ് ഓൺ ദ ലെഫ്റ്റ് ഇൻ ദ റോസ്റ്റർ ഫോം വിത്ത് ദ സെയിം സെറ്റ് ഓൺ ദ റൈറ്റ് ഡിസ്ക്രൈബ് ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം. അതായത് ലെഫ്റ്റ് സൈഡിൽ റോസ്റ്റർ ഫോം കൊടുത്തിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ സെറ്റ് ബിൽഡർ ഫോം കൊടുത്തിട്ടുണ്ട്. നമുക്കിത് മാച്ച് ചെയ്യണം. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? ലെഫ്റ്റ് സൈഡിൽ 1, 2, 3, 6. പിന്നെ കറസ്പോണ്ടിങ് ആയിട്ട് ഏതാ വരിക? എക്സ് ഇസ് എ പ്രൈം നമ്പർ ആൻഡ് ഡിവൈസർ ഓഫ് 6 അല്ലല്ലോ. ഇനി എക്സ് ഇസ് എൻ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. 10നേക്കാൾ ചെറിയ ഓഡ് നാച്ചുറൽ നമ്പേഴ്സാണ് ഇത്? അല്ല. അടുത്തത് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് ഡിവൈസർ ഓഫ് 6. എക്സ് നാച്ചുറൽ നമ്പറും ആയിരിക്കണം, ഡിവൈസർ ഓഫ് 6ഉം ആയിരിക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഇത് വരാത്തതിന് കാരണം എന്താണ്? ഡിവൈസസ് ഓഫ് 6 ഒക്കെയാണ്, പക്ഷെ എന്തല്ല, 6 ഇവിടെ എന്തല്ല? പ്രൈം നമ്പർ അല്ല, 1ഉം പ്രൈം നമ്പർ അല്ല. സോ അതുകൊണ്ടാണ് ഇത് വരുന്നത്. അടുത്ത 2,3. അത് എന്താണ്? 6ൻ്റെ ഡിവൈസറാണ്, 2ഉം 3ഉം പ്രൈമും ആയതുകൊണ്ട് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റ് ബിൽഡർ ഫോം ഇതാണ്. അടുത്തത് മാത്തമാറ്റിക്സ്. അല്ല, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? മാത്തമാറ്റിക്സിൽ എന്ന് പറഞ്ഞ വേർഡിലുള്ള ലെറ്റേഴ്സിൻ്റെ കളക്ഷൻ. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് സെറ്റ് ബിൽഡർ ഫോം ഇതാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10നേക്കാൾ ചെറിയ ഓഡ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് സെറ്റ് ബിൽഡർ ഫോം ഇതാണ് എക്സസൈസ് 1.1 നമ്മൾ 6 ക്വസ്റ്റ്യൻസാണ് ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. താങ്ക് യു.